ഓക്കെ എടാ, അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പഠിപ്പിച്ച കുറച്ച് പോർഷൻസാണ്. അപ്പോൾ ആദ്യം തൊട്ടുള്ളത് ഒന്ന് ജസ്റ്റ് പറയാമെന്ന് വെച്ചു, ആർക്കെങ്കിലും അറിയാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലിയറായി പോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ എന്താണ് എന്നുള്ളത് തന്നെയാണ്. മീൻ ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് ദ വാല്യൂസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ്. അതായത് ഇവിടെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 10, 90, 85, 103, 11 ഇങ്ങനെ ഒരു 5 വാല്യൂസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ മീൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ ഈ തന്നേക്കുന്ന സാധനങ്ങളാണ് എക്സ്. അപ്പോൾ സിഗ്മ എക്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെയൊക്കെ സമ്മ്, അതാണ് പറഞ്ഞാൽ സം ഓഫ് ദ വാല്യൂസ്. ഇതിൻ്റെ സമ്മ് എടുക്കുക, അപ്പോൾ 299 കിട്ടും. അതിനുശേഷം ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ്, എത്ര വാല്യൂ ഉണ്ട് എന്ന് നോക്കുക. 1, 2, 3, 4, 5 വാല്യൂ ആണുള്ളത്. ഡിവൈഡ് ബൈ n നമ്പർ ഓഫ് വാല്യൂസ്, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 59.8 എന്നുള്ളത് വാല്യൂ കിട്ടും. ഇതാണ് മീൻ. അപ്പോൾ മീൻ ഇങ്ങനെ ഒരു ജസ്റ്റ് വാല്യൂസ് തന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം അതെല്ലാം കൂടെ കൂട്ടുക ബൈ എത്ര വാല്യൂ ആണുള്ളത് അതുകൊണ്ട് ചെയ്യുക, അപ്പോൾ നമ്പർ കിട്ടും. അതിൽ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ 700, 100, 500, 750, 130, 250, 80, 422 ഇതാണ് വരുന്നത്. അപ്പം ഇവിടെയും സെയിം ഇക്വേഷൻ എടുക്കുക. എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ, എല്ലാം കൂടെ വാല്യൂസ് കൂട്ടുമ്പോഴത്തേക്ക് 2932 കിട്ടും. 8 വാല്യൂ ആണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ അതിനെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ കിട്ടുക 366.5 എന്നുള്ളതാണ്. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് 155, 153, 168 അങ്ങനെ ഒരു 10 വാല്യൂസ് ഉണ്ട്. ഇവിടെയും മീൻ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ബൈ എൻ എന്നുള്ള വാല്യൂ ഇക്വേഷൻ ആയിട്ട് ചെയ്യുമ്പോൾ എല്ലാം കൂടെ കൂട്ടി കഴിയുമ്പോൾ നമുക്ക് 1633 കിട്ടും. 10 വാല്യൂ ഉണ്ട്, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ 163.3 എന്ന് കിട്ടും. അതേ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അടുത്തതും വരുന്നത്. അതിലും നമുക്കൊരു 10 വാല്യൂസ് ഉണ്ട്, തന്നിരിക്കുന്ന വാല്യൂ എല്ലാം കൂട്ടുക ബൈ നമ്പർ ഓഫ് വാല്യൂസ്, അപ്പോഴത്തേക്ക് നമുക്കൊരു പോയിൻറ്റ് കിട്ടും 36.3 എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത നമുക്ക് വരുന്നത് വെച്ചാൽ അരിത്തമെറ്റിക് മീൻ ആൻഡ് ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുന്ന സംഭവം. ഇവിടെ വരുന്ന ഇക്വേഷൻ സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് എന്ന് പറയുന്നൊരു ഇക്വേഷനാണ്. അപ്പോൾ സിഗ്മ എന്നുള്ളത് പറയുന്നത് കൂട്ടുക എന്നുള്ളതാണ്. ബേസിക് സമ്മേഷനെയാണ് സിഗ്മ എന്നുകൊണ്ട് കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ വരും. അപ്പോൾ മാർക്ക് സ്കോർഡ് അല്ലെങ്കിൽ ഫ്രീക്വൻസി, ഇതാണിപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഒരു ടേബിൾ. മാർക്ക് സ്കോർഡിനെ നമ്മൾ എക്സ് ആയിട്ട് എടുക്കും, ഫ്രീക്വൻസിനെ എഫ്. അപ്പോൾ നമുക്ക് 30 മാർക്ക് സ്കോർഡ് എന്നുള്ള ഓപ്ഷനിൽ 30, 40, 60, അതുപോലെ ഫ്രീക്വൻസിയിൽ 2, 4, 9 എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനമുണ്ട് എഫ് എക്സ് എന്ന് പറയുന്ന സംഭവം. ഈ എഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സ് കോളത്തിലെ വാല്യൂ ഇൻറ്റു ഫ്രീക്വൻസി. ഇവിടെ ഇപ്പോൾ 30 ആണ് എക്സ് കോളത്തിൽ കിടക്കുന്നത്. അപ്പോൾ 30 ഇൻറ്റു ഫ്രീക്വൻസി ആയിട്ടുള്ള 2, 30 ഇൻറ്റു 2 = 60. അതുപോലെ 40 ഇൻറ്റു 4 160, 60 ഇൻറ്റു 9 540. അപ്പോഴത്തേക്ക് നമുക്ക് എഫ് എക്സ് വാല്യൂസ് കിട്ടി. ഇനി നമ്മുടെ ഇക്വേഷൻ അനുസരിച്ച് സിഗ്മ എഫ് എക്സ് എന്നാണ് പറയുന്നത്. എഫ് എക്സിൻ്റെ എല്ലാം കൂടെ സമ്മിനെയാണ് ഇവിടെ വേണുന്നത്. അപ്പോൾ എഫ് എക്സിൻ്റെ സം സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ 760 വരും. 760 ഡിവൈഡഡ് ബൈ സിഗ്മ എഫ്, ഫ്രീക്വൻസികളുടെ എല്ലാം കൂടെ സം. സിഗ്മ എഫ് എന്ന് പറയുന്നത് 15 വരും, അതായത് 2 + 4 + 9 അതാണ് 15. സിഗ്മ എഫ് എക്സ് എന്ന് വെച്ചാൽ 60 + 160 + 540. അപ്പോൾ ഇത് നമ്മളെടുത്ത് ഇക്വേഷനിലേക്ക് ഇടുക. അപ്പോൾ 760 ഡിവൈഡഡ് ബൈ 15 വരും, 50.666. ഇത് ഇനിയിപ്പോൾ കണ്ടിന്യൂസ് സീരീസ് ആണ് അടുത്ത ഒരു പോർഷനായിട്ട് വരുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് സീരീസിലും നമ്മൾ നേരത്തെ ഡിസ്ക്രീറ്റ് സീരീസിൽ പറഞ്ഞ പോലുള്ള സെയിം ഇക്വേഷൻ തന്നെയാണ് വരുന്നത്. എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്. ഇത് ജസ്റ്റ് നോട്ടിൽ തന്നിട്ടുള്ള ഒരു എക്സാമ്പിൾ തന്നെയാണ്, ജസ്റ്റ് ഇവിടെ എടുത്തൊന്ന് എഴുതി എന്നതേ ഉള്ളൂ. അപ്പോൾ കണ്ടിന്യൂസ് സീരീസിൽ ഇതുപോലെ 0 to 10, 10 കഴിഞ്ഞ് അടുത്ത ഇത് വരുന്നത് 10 to 20, കഴിഞ്ഞ് അടുത്തത് വരുന്നത് 20 to 30 അങ്ങനെ വരുന്നതാണ് കണ്ടിന്യൂസ് സീരീസ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കിവിടെ എക്സ് വാല്യൂം എഫ് വാല്യൂം തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മീൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എഫ് എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. എഫ് എക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു, എഫ് ഇൻറ്റു എക്സ് വാല്യൂവിൽ എഫ് ഇൻറ്റു എക്സ് വാല്യൂ, അതായത് എക്സിൽ ഇപ്പോൾ 5 കിടക്കുന്നത്, എഫിൽ 15 ആണ്. അപ്പോൾ 5 × 15 75. അതുപോലെ 15 × 20 അതായത് 300 വരും. 25 × 25 625 വരും. 35 × 24 840 വരും. അങ്ങനെ ഇതെല്ലാം ചെയ്യുക. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എഫ് എക്സിനെ എല്ലാം കൂടെ ടോട്ടൽ സമ്മേഷൻ ചെയ്യുക. സമ്മേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 12,600 ആണ് വരുന്നത്. അപ്പോൾ 12,600 ആണ് സിഗ്മ എഫ് എക്സ്. അതിനുശേഷം സിഗ്മ എഫ് ഫ്രീക്വൻസികളുടെ എല്ലാം കൂടെ സം എടുക്കുക. ഫ്രീക്വൻസികളുടെ സം എടുക്കുമ്പോഴത്തേക്ക് 250 ആണ് വരുന്നത്. അത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു 12,600 ഡിവൈഡ് ബൈ 250 ചെയ്യുക, 50.4 എന്ന് പറയുന്നൊരു വാല്യൂ കിട്ടും. അതുപോലെ ഇപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നതും സെയിം ഇതാണ്, നമ്മുടെ മീൻ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് അടുത്തതിലും വരുന്നൊരു കാര്യം. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത് ഇപ്പം മൈൽസ് ട്രാവൽഡ് ഒരു എക്സ് കോളമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമ്പർ ഓഫ് വില്ലേജസ് അതാണ് അവിടുത്തെ ഫ്രീക്വൻസി. ഇതും നേരത്തെ പറഞ്ഞ പോലെ സെയിം ചെയ്യുക. എക്സ് കോളത്തിലുള്ള വാല്യൂസിനെ എഫിൻ്റെ കോളത്തിലുള്ള വാല്യൂസായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് FX കിട്ടും. ആ FX കിട്ടിയിട്ട് നമ്മുടെ സെയിം ഇക്വേഷൻ എക്സ് ബാർ ഈസ് ഈക്വൽ ടു സിഗ്മ FX ബൈ സിഗ്മ എഫ് ഇതിലേക്കിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മീൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ ഇനി വരുന്നതെന്ന് വെച്ചാൽ ഫൈൻഡ് ദ അരിത്തമാറ്റിക് മീൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അപ്പം ഇവിടെ വേറെ വ്യത്യാസമൊന്നുമില്ല, കഴിഞ്ഞ ക്വസ്റ്റ്യനിലെ പോലെ തന്നെ മീൻ കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ അവിടെ ഉദ്ദേശിക്കുന്നു. പക്ഷേ ഇവിടെ തന്നിട്ടുള്ള വാല്യൂസിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നേരത്തെയൊക്കെ നമുക്ക് ഇപ്പോൾ എക്സ് കോളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് വാല്യൂസ് തന്നിട്ടുണ്ട്, അത് നമുക്ക് എഫ് ആയിട്ട് ഡയറക്റ്റ്ലി മൾട്ടിപ്ലൈ ചെയ്ത് FX കണ്ടുപിടിച്ച് ചെയ്യാം. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇപ്പോൾ എക്സിൻ്റെ ആ ഒരു കോളത്തിൽ വരുന്നത് ഇപ്പോൾ 0 to 10 അല്ലെങ്കിൽ 10 to 20, 20 to 30, 30 to 40 അങ്ങനെയുള്ള വാല്യൂസാണ്. അതുപോലെ ഫ്രീക്വൻസീസും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടുന്ന് FX കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇതുകൊണ്ട് നമുക്ക് വേണമെന്നത്. അപ്പോൾ എഫ് ഉണ്ട്, എക്സും ഉണ്ട്, പക്ഷേ ഇതിനെ ഇങ്ങനെയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് എക്സിനൊരു സിംഗിൾ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മിഡ് വാല്യൂ എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ ചെയ്യുന്നത്. എങ്ങനെ മിഡ് വാല്യൂ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ 0 ഉണ്ട് 10 ഉണ്ട് ഫസ്റ്റ് കോളത്തിൽ. അപ്പോൾ 0ഉം 10ഉം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 10 എന്നുള്ള ആൻസർ കിട്ടും. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോഴത്തേക്ക് 5 കിട്ടും. അതാണ് ഈ ഫസ്റ്റ് ഇതിൻ്റെ മിഡ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് ചോദിക്കാം. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളിവിടെ സം ചെയ്തത് 2 വാല്യൂസാണ്, 0 എന്ന് പറയുന്നൊരു വാല്യൂവും 10 എന്ന് പറയുന്ന രണ്ടാമത്തെ വാല്യൂ. അതുകൊണ്ട് നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ അടുത്ത ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് 10 to 20 പറയുന്നത്. 10 to 20 പറയുമ്പോഴത്തേക്ക് 10ഉം 20ഉം കൂടെ സം ചെയ്യുക, 30 കിട്ടും. 30നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 15 വരും. അതുപോലെ 20 to 30 അതിനെ സം ചെയ്താൽ 50 കിട്ടും. 50നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25 വരും. അതുപോലെ ഇങ്ങനെയുള്ള വാല്യൂസിനെല്ലാം സം ചെയ്യുക, ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മിഡ് വാല്യൂസ് കിട്ടും. ഇനി മിഡ് വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എക്സ് ആയി. ഇവിടെ ഫ്രീക്വൻസി ക്വസ്റ്റ്യനിൽ നമ്മൾ ഇവിടെ ഫ്രീക്വൻസിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ FX കണ്ടുപിടിക്കുക. FX കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? F ഇൻറ്റു എക്സ്, 15 ഇൻറ്റു 5, 15 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 75 കിട്ടും. ഇനി 30 ഇൻറ്റു 15 ചെയ്യുക, 30 ഇൻറ്റു 15 ചെയ്യുമ്പോൾ 450 കിട്ടും. 53 ഇൻറ്റു 25 ചെയ്യുക, 1325 കിട്ടും. അങ്ങനെ എല്ലാ കോളംസും ചെയ്യാം. എല്ലാ കോളംസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് FX കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ FXൻ്റെ സമ്മ്, നമ്മുടെ ഇക്വേഷൻ എന്ന് വെച്ചാൽ സിഗ്മ FX ബൈ സിഗ്മ എഫ് എന്നുള്ളതാണ്. അപ്പോൾ FXൻ്റെ സമ്മ് എടുക്കണം. FXൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ 31,875 ആണ്. അപ്പോൾ ആ വാല്യൂ എടുക്കുക. അതിനുശേഷം ഇപ്പോൾ സിഗ്മ എഫ് അതായത് ഫ്രീക്വൻസിയുടെ സമ്മ് എടുക്കുമ്പോൾ 623 കിട്ടും. അപ്പോൾ 31,875 ഡിവൈഡ് ബൈ 623 ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് വെച്ചാൽ 51.163 എന്നുള്ളതാണ്. ഇതാണ് ഇവിടുത്തെ മീൻ. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 to 10 ഇതിനെ ആഡപ്പ് ചെയ്യുക, ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ മിഡ് വാല്യൂ കിട്ടും. മിഡ് വാല്യൂ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് FX കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനെ മിഡ് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളൊരു കാര്യം മാത്രം ഓർത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ നമ്മളിവിടെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് എടുക്കുക. വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്ലാസ്സിൽ 10 to 19, പിന്നെ 20 to 29, അതുപോലെ 30 to 39, 40 to 49. അതായത് ഇവിടെ വന്ന സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു 19ഉം 20ഉം ഇവിടെ ഇതൊരു കണക്ഷൻ ഇല്ല. 19 കഴിഞ്ഞ് പിന്നെ ഒരു കണ്ടിന്യൂറ്റി ഇല്ല ഇവിടെ. അങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഇതിൻ്റെ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇതിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 10 to 19 അതുപോലെ 20 to 29 അങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുള്ള ഡിഫറൻസ് എത്ര നോക്കണം. 19ഉം 20ഉം ഒരു വാല്യൂവിൻ്റെ ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ ഒരു വാല്യൂവിൻ്റെ ഡിഫറൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ആ ഒരു വാല്യൂവിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായോ എന്നെനിക്കറിയില്ല. എന്നാൽ ഞാൻ ഒന്നുകൂടെ പറയാം. 19ഉം 20ഉം 19 കഴിഞ്ഞ് ഒരു വാല്യൂ കൂടെ കഴിഞ്ഞാലല്ലേ ഒരു വാല്യൂ അല്ലേ അടുത്ത വാല്യൂ 20. അപ്പോൾ എന്താണ് 1 എടുക്കുക, 1 ഡിവൈഡഡ് ബൈ 2 അപ്പോഴത്തേക്ക് നമുക്ക് 0.5 എന്നുള്ള വാല്യൂ കിട്ടും. ഈ 0.5നെ നമ്മൾ ഈ ഒരു ഫസ്റ്റ് വാല്യൂ
കുറയ്ക്കണം, സെക്കൻഡ് വാല്യൂവിൽ കൂട്ടണം 0.5. അതായത് ഫസ്റ്റ് വാല്യൂവിൽ 0.5 കുറയ്ക്കുമ്പോൾ നമുക്ക് 9.5 എന്ന് കിട്ടും. സെക്കൻഡ് വാല്യൂവിൽ 0.5 കൂട്ടുമ്പോൾ 19.5 എന്ന് കിട്ടും. അതുപോലെ ഫസ്റ്റ് വാല്യൂവിൽ 0.5 കുറയ്ക്കുമ്പോൾ 19.5 ആയി, സെക്കൻഡ് വാല്യൂവിൽ 0.5 കൂട്ടുമ്പോൾ 29.5 ആയി. അങ്ങനെ എല്ലാത്തിലും ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കണ്ടിന്യൂറ്റി കാണാൻ പറ്റും. 9.5, 19.5, അടുത്ത 19.5 തുടങ്ങി. ഇത് രണ്ടും തമ്മിലൊരു കണക്ഷനായി. 19.5, 29.5, പിന്നെ വീണ്ടും 29.5 to 39.5, വീണ്ടും 39.5 to 49.5. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ നമ്മളിവിടുത്തെ ക്ലാസ്സിനെ നമ്മൾ കറക്റ്റ് ചെയ്തു. അതിനാണ് ഇവിടെ കറക്റ്റ് ക്ലാസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഫ്രീക്വൻസി ജസ്റ്റ് ഒന്നെടുത്ത് എഴുതി. ഫ്രീക്വൻസി 3, 5, 7, 2. ഇനി നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ FX ആണ് നമുക്ക് ഏറ്റവും അവസാനം നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനം. FX ഇവിടെ F ഉണ്ട്, X ഉണ്ട്. പക്ഷേ ഈ Fനെ അടുത്ത് ഡയറക്റ്റായിട്ട് ഈ Xലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതിൽ ഒരു X നമുക്കൊരു കൃത്യമായിട്ടൊരു വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കണക്ക് ഇവിടെ വീണ്ടും നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒരു മിഡ് വാല്യൂ ആണ്. മിഡ് വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്യുക by 2. അത് ചെയ്യുമ്പോഴത്തേക്ക് മിഡ് വാല്യൂ കിട്ടും. ഇപ്പോൾ 9.5 പ്ലസ് 19.5 ചെയ്യുക. അപ്പോൾ 29.5 എന്നുള്ളൊരു വാല്യൂ കിട്ടും. 29.5നെ ഡിവൈഡ് ബൈ 2 ചെയ്താൽ 14.5 കിട്ടും. അതേ സെയിം കേസാണ് ഇവിടെ വരുന്നത്. 19.5 പ്ലസ് 29.5 ചെയ്താൽ നമുക്ക് 49.5 എന്നുള്ളൊരു വാല്യൂ കിട്ടും. 49.5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 24.5 എന്നുള്ള വാല്യൂ കിട്ടും. അങ്ങനെ ഇതിനെല്ലാം ചെയ്യണം. ഇപ്പോൾ 29.5 പ്ലസ് 39.5 അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 34.5 കിട്ടും. അങ്ങനെ ഇത് ഈ 3 വാല്യൂസും 4 വാല്യൂം ചെയ്യും. 4 വാല്യൂം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എക്സ് വാല്യൂ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ എഫും കിട്ടി, എക്സും കിട്ടി. ഇനി FX കണ്ടുപിടിക്കാൻ എന്ത് വേണം? F ഇൻറ്റു എക്സ് ചെയ്യണം. 3 ഇൻറ്റു 14.5 ചെയ്യുക, 5 ഇൻറ്റു 24.5 ചെയ്യുക, 7 ഇൻറ്റു 34.5 ചെയ്യുക, 2 ഇൻറ്റു 44.5 ചെയ്യുക. ഇനി നമുക്ക് FXൻ്റെ കോളം കിട്ടും. FXൻ്റെ കോളം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിഗ്മ FX, അതായത് FXനെ എല്ലാം കൂടെ കൂട്ടുക. FXനെ എല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 496.5 എന്നുള്ളൊരു വാല്യൂ നമുക്ക് കിട്ടും. അതുപോലെ ഫ്രീക്വൻസിയുടെ വാല്യൂസും കൂട്ടുക, 17 കിട്ടും. ഇതിനെ നമ്മൾ ജസ്റ്റ് എടുത്ത് ആ ഒരു ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. സിഗ്മ FX ബൈ സിഗ്മ F എന്നുള്ളത്. അപ്പോൾ സിഗ്മ FX ചെയ്യുമ്പോൾ 496.5 ഡിവൈഡ് ബൈ 17. 496.5 എന്ന് വെച്ചാൽ സിഗ്മ FX ആണ്. ഇവിടെ നമ്മൾ കൂട്ടി കിട്ടിയൊരു വാല്യൂ. അല്ലെ എഫിൻ്റെ സമ്മാണ് ഈ 17. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മീനും കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ അതേപോലെയുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് ക്ലാസ് വന്നിരിക്കുന്നത് 5 to 8, 10 to 13, 15 to 18, 20 to 23, അതുപോലെ ഫ്രീക്വൻസീസും തന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 8 to 10, അതായത് 10ന് 8 കുറച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ 2 കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് വരുന്നത് 2. 2 വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോവർ വാല്യൂയിൽ നിന്നോ അപ്പർ വാല്യൂയിൽ നിന്നോ നമ്മൾ എന്ത് കുറയ്ക്കും എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ 2 വാല്യൂസ് ഉണ്ട്. അപ്പോൾ 2 ഡിവൈഡ് ബൈ 2 ചെയ്യുക, 1 എന്ന് കിട്ടും. 1നെ നമ്മൾ ലോവർ വാല്യൂയിൽ നിന്ന് കുറയ്ക്കണം, അപ്പർ വാല്യൂവിലൂടെ കൂട്ടണം. അതായത് 5ൻ്റെ അടുത്ത് നിന്ന് 1 കുറയ്ക്കണം, അപ്പോൾ 4 കിട്ടും. അതുപോലെ 8ൻ്റെ അടുത്ത് നിന്ന് 1 കൂട്ടണം, അപ്പോൾ 9 കിട്ടും. 10ൽ നിന്ന് 1 കുറയ്ക്കണം, 9 കിട്ടും. 13ന് 1 കൂട്ടണം, 14 കിട്ടും. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സീരീസ് ഇവിടെ ഫോം ആവും. 4 to 9, 9 to 14, 14 to 19, 19 to 24. ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ക്ലാസ് കിട്ടി. കറക്റ്റ് ക്ലാസ് കണ്ടുപിടിക്കാൻ ഇത്ര ചെയ്താൽ മതി. ഈ 2 വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. 8ഉം 10ഉം 2 വരുന്നത്. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്രയാണോ നമുക്ക് വാല്യൂ കിട്ടുന്നത് ആ വാല്യൂവിനെ ലോവർ വാല്യൂ നിന്ന് കുറയ്ക്കണം, അപ്പർ വാല്യൂവിലൂടെ കൂട്ടണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ക്ലാസ് കണ്ടുപിടിക്കാം. അപ്പോൾ കറക്റ്റ് ക്ലാസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. മിഡ് വാല്യൂ കണ്ടുപിടിക്കാൻ 4 + 9, 13 വരും. 13 ഡിവൈഡ് ബൈ 2 6.5 വരും. അതുപോലെ 9 + 14 23 വരും. 23 ഡിവൈഡ് ബൈ 2 11.5 വരും. അങ്ങനെ ഇതിനെ കൂട്ടുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എല്ലാം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മിഡ് വാല്യൂ കിട്ടും. മിഡ് വാല്യൂ എന്ന് പറയുന്നത് എക്സ് ആണ്. ഇവിടെ അതുപോലെ ഫ്രീക്വൻസിയും തന്നിട്ടുണ്ട്. അപ്പോൾ FX കണ്ടുപിടിക്കാൻ ഫ്രീക്വൻസി ഇൻറ്റു എക്സ്, 4 × 6.5 26 എന്ന് കിട്ടും. അതുപോലെ 11.5 × 9 103.5 എന്ന് കിട്ടും. 16.5 × 2 33 എന്ന് കിട്ടും. 1 × 21.5 21.5 എന്ന് കിട്ടും. ഇനി അടുത്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ FXൻ്റെ സം എടുക്കുക. സിഗ്മ FX ആണല്ലോ നമുക്ക് വേണമെങ്കിൽ. അപ്പോൾ FXൻ്റെ സം എടുക്കുമ്പോഴത്തേക്ക് 184 എന്ന് കിട്ടും. അതുപോലെ ഫ്രീക്വൻസിയുടെ സം എടുക്കുമ്പോഴത്തേക്ക് 16 എന്നും കിട്ടും.
അതിനെ എടുത്ത് നമ്മൾ ഡയറക്റ്റായിട്ട് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ മീൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ് 184/16 എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് 11.5 എന്നുള്ളതാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നിന്ന് ഡിഫർ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇവിടുത്തെ നമ്മൾ 0.5 ആണ് ഡിഫറൻസ് വന്നത്, ഇവിടെ 1 ആണ് ഡിഫറൻസ് വന്നത്. അതെങ്ങനെയാണെന്നുള്ളത് ഒന്നുകൂടെ ക്ലിയർ ആക്കി പറഞ്ഞുതരാം. ഇവിടെ 0.5 എങ്ങനെ വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 19ഉം 20ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോൾ 0.5 വന്നു. ഇവിടെ 8ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അപ്പോൾ 1 കിട്ടി. 1 ആണ് നമ്മളവിടെ കുറയ്ക്കേണ്ടത്. ഇനിയിപ്പോൾ ഈ ഇവിടുത്തെ അപ്പർ വാല്യൂ ഇവിടുത്തെ ലോവർ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് 3 ആണെന്നുണ്ടെങ്കിൽ 3/2 ചെയ്യുക. 1.5 ആണ് നമ്മൾ കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യേണ്ടത്. അതിന് എത്ര വാല്യൂ ആണെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് എത്ര വന്നാലും /2 ആ കിട്ടിയ വാല്യൂവിനെ ലോവർ വാല്യൂ അപ്പർ വാല്യൂവിൽ നിന്ന് മൈനസും പ്ലസും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റഡ് ക്ലാസ് കണ്ടുപിടിക്കാം. കറക്റ്റഡ് ക്ലാസ്സിന് നമ്മൾ മിഡ് വാല്യൂ കണ്ടുപിടിക്കണം. പിന്നെ FX ചെയ്യുക, എന്നിട്ട് സം എടുക്കുക. എഫിൻ്റെയും FXൻ്റെയും സം എടുക്കുക, അതിനെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക, നമുക്കത് കിട്ടും. അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബിലോ 10 അല്ലെങ്കിൽ ബിലോ 20, ബിലോ 30, ബിലോ 40 അങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ നമ്മളതിനെ അതിൻ്റെ കറക്റ്റ് ക്ലാസ്സിലേക്ക് മാറ്റി ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബിലോ 10 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ബിലോ 20 എന്ന് പറഞ്ഞൊരു ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ബിലോ 10 എന്ന് പറഞ്ഞാൽ 10ഉം 10ന് താഴെയും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 10ന് താഴോട്ടെന്ന് പറയുമ്പോൾ 0 എന്നാണ് നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 0 to 10 എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടുത്തെ എക്സ് വാല്യൂ 0 to 10ലേക്ക് വരും. അതുപോലെ ബിലോ 20 പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഓൾറെഡി 10 വന്നു, അപ്പോൾ 10ന് ശേഷം 20ക്ക് ഇടയിൽ 10 to 20 വരണം. ബിലോ 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 to 30. ഈ ബിലോ 30ൽ 0 to 30 എഴുതാൻ പറ്റത്തില്ല, കാരണം 0 to 20 വരെയുള്ള വാല്യൂസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി 20ക്ക് ശേഷം ഉള്ളത് കൊടുക്കുന്നത് 20 to 30. അതുപോലെ ബിലോ 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 to 40 എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത്രയും കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു എക്സ്, അതായത് ക്ലാസ് എന്നുള്ള സംഭവം നമ്മൾ റെഡിയാക്കി. ഇനി ഫ്രീക്വൻസിയാണ് എഴുതേണ്ടത്. ഫ്രീക്വൻസി ഇവിടെ തന്നിട്ടുള്ളത് 3, 10, 25, 30 എന്നുള്ള സംഭവമാണ്. ഈ 3 എന്ന് പറയുന്നത് ബിലോ 10ൽ വരുന്നതാണ്. 10 എന്ന് പറയുന്നത് ബിലോ 20. ബിലോ 20 എന്ന് പറയുമ്പം ഈ 10, അതായത് ഈ 10ൻ്റെ ഫ്രീക്വൻസിയുള്ള 3യും കൂടെ കൗണ്ട് ചെയ്താണ് 10 പറയുന്നത്. ബിലോ 30 പറയുമ്പോൾ 10ഉം 3യും കൂടെ കൗണ്ട് ചെയ്തിട്ടാണ് 25 വരുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ ഇതിനെ ഈ ഒരു രീതിയിലേക്ക് മാറ്റി കഴിഞ്ഞു. ഈ ഒരു രീതി മാറ്റുമ്പോഴത്തേക്ക് ഫ്രീക്വൻസിയും മാറും. അപ്പോൾ ബിലോ 10 എന്ന് പറയുമ്പം 10ന് താഴേക്ക് 3 ഉണ്ടായിരുന്നത്, അതുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെ എഴുതും. ഇനി ബിലോ 20 പറയുമ്പോഴത്തേക്ക് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫ്രീക്വൻസി 10 ആണ്. പക്ഷേ നമ്മളിവിടെ ഓൾറെഡി ഒരു 0 to 10 വരെ ഉള്ളതിനെ നമ്മൾ മാറ്റിക്കഴിഞ്ഞു. 0 to 10 വരെ ഉള്ളതിൽ 3 പോയി. ആ 3 പോയിട്ട് അടുത്ത വാല്യൂ എങ്ങനെ എഴുതുമെന്ന് വെച്ചാൽ ഈ 10 - 3 ചെയ്യണം. 10 - 3 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 7 കിട്ടും. അപ്പോൾ 7 ആണ് ഈ ബിലോ 20യുടെ ഫ്രീക്വൻസി, അതായത് 10 to 20 വരെ ഉള്ളതിൻ്റെ ഫ്രീക്വൻസി 7 ആണ്. ഇനി അടുത്തത് ബിലോ 30 എന്ന് പറഞ്ഞിട്ട് 25 എന്ന് പറഞ്ഞൊരു വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 25ൽ നിന്ന് ഇനി 20 to 30യുടെ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ചാൽ 25ൽ നിന്ന് 10 കുറയ്ക്കണം, അപ്പോൾ 15 കിട്ടും. 15 ആണ് ഈ പറയുന്ന 20 to 30യുടെ ഫ്രീക്വൻസി. അതിൽ ബിലോ 40 വരും. ബിലോ 40 വരുമ്പോൾ ഇവിടെ 30 ആണ് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞ ഇതിന് മുമ്പുള്ള ഫ്രീക്വൻസികൾ 25ൽ നിന്നും ഈ 30ൽ നിന്നും മുമ്പത്തെ വാല്യൂ ആയിട്ടുള്ള 25 കുറയ്ക്കുക. 25 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 5 എന്നുള്ള വാല്യൂ കിട്ടും. അപ്പോൾ 30 to 40യുടെ നേരെ നമ്മൾ 5 എന്നുള്ള വാല്യൂ എഴുതും. ഇനി ഈ എഴുതിയ ഫ്രീക്വൻസി എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഇവിടെ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബിലോ 40 വരെ ഉള്ള ബിലോ 40യുടെ ഫ്രീക്വൻസി ആയിട്ടുള്ള 30 ആണ്. ഈ 30 എന്ന് പറയുന്ന സാധനം നമ്മൾ ഈ പുതിയതായിട്ട് കണ്ടുപിടിച്ച ഫ്രീക്വൻസീസ് എല്ലാം സം ചെയ്യുമ്പോഴത്തേക്ക് ഈ പറയുന്ന 30 കിട്ടണം. 30 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച ഫ്രീക്വൻസീസ് ശരിയാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ 3 + 7 അതായത് 10 വരും. 10 + 15 അതായത് 25 വരും. 25 + 5 എന്നുള്ളത് 30 വരും. അപ്പോൾ ഇവിടെയും n വാല്യൂ 30 വന്നത്, ഇവിടുത്തെയും ടോട്ടൽ വാല്യൂ 30 വന്നത്. അപ്പം നമ്മൾ കണ്ടുപിടിച്ച ഫ്രീക്വൻസി കറക്റ്റാണ് എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇനി അടുത്തത് ഈ പറയുന്ന എക്സ് ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് FXലേക്കാണ് എത്തേണ്ടത്. അപ്പോൾ F റെഡി ആയിട്ടുണ്ട്, പക്ഷേ എക്സിന് ഇനിയും കുറച്ചുകൂടെ വർക്ക് ചെയ്യാനുണ്ട്. എക്സ് എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് ഇപ്പോൾ 0 to 10 ആണ് കൊടുത്തിട്ടുള്ളത്. 0 10 കൂടെ കൂട്ടുക, 10 ആണ് വരുന്നത്. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അപ്പോൾ 5 വരും. ഇനി 10 + 20 30 വരും. 30നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 15 വരും. 20 + 30 50 വരും. 50നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 25 വരും.
70 വരും. 70 രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 35 വരും. അപ്പോൾ നമുക്ക് എഫും കിട്ടി, എക്സും കിട്ടി. ഇനി എഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എഫ് ഇൻറ്റു എക്സ്, അപ്പോൾ 3 × 5 15 വരും. 7 × 15 105 വരും. 15 × 25 375 വരും. 5 × 35 175 വരും. അപ്പോൾ ഇവിടെ നമുക്കിനി സിഗ്മ എഫ് എക്സ്, അതായത് എഫ് എക്സിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ എടുക്കുമ്പോൾ 670 വരും. അതുപോലെ സിഗ്മ എഫ് എന്ന് പറയുമ്പോഴത്തേക്ക് എഫിൻ്റെ എല്ലാം കൂടെ സമ്മ, ഇത് എഫിൻ്റെ എല്ലാം കൂടെ സമ്മതിക്കാൻ നമുക്ക് 30 ആണ് കിട്ടുന്നത്. 30 വരും. അപ്പോൾ 670 ഡിവൈഡഡ് ബൈ 30 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 22.3 എന്നുള്ളൊരു വാല്യൂ കിട്ടുന്നത്. ഇതും നേരത്തെ പറഞ്ഞ സെയിം ഇക്വേഷൻ തന്നെയാണ്, മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു വാല്യൂ കിട്ടും. അപ്പോഴത്തേക്ക് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ബിലോ 10 അങ്ങനത്തെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫ്രീക്വൻസി മാറ്റണം എന്നുള്ളത് ഓർക്കണം. ഒരിക്കലും ഈ ഒരു 0 to 10, 10 to 20 അല്ലെങ്കിൽ അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഫ്രീക്വൻസി സെയിം എടുത്ത് എഴുതാൻ പാടില്ല. ഫ്രീക്വൻസി എന്തായാലും മാറ്റണം. അപ്പോൾ ബിലോ ടു 10 വരുമ്പോഴത്തേക്ക് ഒന്നുകൂടെ നോക്കുക എങ്ങനെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഫ്രീക്വൻസി സെയിം ആയിരിക്കും. സെക്കൻഡ് ഫ്രീക്വൻസിയിൽ വരുന്നത് ഈ 3, അതായത് ഈ 10ൽ നിന്ന് 3നെ കുറയ്ക്കുക. അപ്പോൾ 7 കിട്ടും. 7 ആയിരിക്കും അടുത്ത ഫ്രീക്വൻസി. ഇനി മൂന്നാമത്തെ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കും? 25 - 10 15. അടുത്ത ലാസ്റ്റ് ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കും? 30 - 25 5. ഇങ്ങനെയാണ് ഫ്രീക്വൻസി കണ്ടുപിടിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് ഫ്രീക്വൻസി മാറ്റണം എന്നുള്ളത് ഓർക്കുക. ഇവിടെ നമ്മൾ ഇപ്പോൾ ബിലോ അല്ലെങ്കിൽ ലോവർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ അങ്ങനെയൊക്കെ പറയുന്ന സമയത്തെല്ലാം നേരത്തെ പറഞ്ഞ ആ ഒരു രീതി തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചാൽ എബവ് 10, എബവ് 20, എബവ് 30, എബവ് 40 അങ്ങനത്തെ വാല്യൂസ് വരുമ്പോഴത്തേക്ക് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് നോക്കാം. അപ്പോൾ ഇവിടെയും നേരത്തെ ക്വസ്റ്റ്യനെ പോലെ എബവ് എന്ന് പറഞ്ഞ വാല്യൂസ് തന്നിട്ടുണ്ട്. അതുപോലെ ഫ്രീക്വൻസീസും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ക്ലാസ്സിലേക്ക് മാറ്റുമ്പോൾ, അപ്പോൾ നേരത്തെ നമ്മൾ ബിലോ 10 എന്ന് പറയുമ്പോൾ 0 to 10 അല്ലെങ്കിൽ അങ്ങനെയാണ് നോക്കിയത്. ഇവിടെ എബവ് 10 എന്ന് പറയുമ്പോൾ 10ഉം അതിന് മുകളിലോട്ടുമാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ എബവ് 10 കഴിഞ്ഞ് അടുത്ത വാല്യൂ നിൽക്കേണ്ടത് എബവ് 20 ആണ്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നിരിക്കുന്നതിൻ്റെ വാല്യൂ വരുന്നതെന്ന് വെച്ചാൽ 10 to 20 ആണ്. അടുത്തത് എബവ് 20യും അതിന് മുകളിലോട്ട് 20 to 30. എബവ് 30 എന്ന് പറയുമ്പോൾ 30യും അതിന് മുകളിലോട്ട്, അതായത് 30 to 40. എബവ് 40 എന്ന് പറയുമ്പോൾ 40യും അതിന് മുകളിലോട്ട്, അതായത് 40 to 50 എന്നുള്ളതാണ് വരുന്നത്. ഇവിടെയും നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഫ്രീക്വൻസി മാറ്റണം. ഒരിക്കലും നമ്മൾ ഇങ്ങനെ എഴുതിയിട്ട് ഈ തന്നേക്കുന്ന ഫ്രീക്വൻസി അതുപോലെ എടുത്ത് എഴുതരുത്. ഫ്രീക്വൻസീസ് മാറ്റണം. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ആ ഒരു ഫ്രീക്വൻസീസ് കണ്ടുപിടിച്ച് എഴുതുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 40ൽ നിന്ന് 32 കുറയ്ക്കണം. 32 കുറയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് 8 എന്ന് പറയുന്നൊരു വാല്യൂ കിട്ടും. ഈ 8 ആണ് നമ്മുടെ ഫസ്റ്റ് ഫ്രീക്വൻസി ആയിട്ട് വരുന്നത്. സെക്കൻഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ 32, അതുപോലെ 12. 32ൽ നിന്ന് 12 കുറയ്ക്കുക, അപ്പോൾ 20 കിട്ടും. 20 ആണ് നമ്മുടെ സെക്കൻഡ് ഫ്രീക്വൻസി. ഇനി തേർഡ് ഫ്രീക്വൻസി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ 12 ഉണ്ട്, 5 ഉണ്ട്. 12ൽ നിന്ന് 5 കുറയ്ക്കുക, നമുക്ക് 7 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. അപ്പോൾ 7 ആണ് തേർഡ് ഫ്രീക്വൻസി വരുന്നത്. ഇനി ലാസ്റ്റ് ഫ്രീക്വൻസി, അത് ഇവിടുത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ലാസ്റ്റ് ഫ്രീക്വൻസിനാണ് ഇവിടുത്തെ ലാസ്റ്റ് ഫ്രീക്വൻസി. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീക്വൻസി കിട്ടും. ഇനി നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ എൻഡിലേക്ക് വരുമ്പോഴത്തേക്ക് എഫ് എക്സ് ആണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ എഫ് ആയിട്ടുണ്ട്, എക്സ് ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഇതിനെ നമ്മൾ വീണ്ടും ഒരു കറക്റ്റഡ് ക്ലാസ്സിലേക്ക് കൊണ്ടുവരണം. കറക്റ്റ് ക്ലാസ്സിൽ കൊണ്ടുവരുമ്പോഴത്തേക്ക് 10 to 20 അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 30 വരും. 30 രണ്ടും ഡിവൈഡ് ചെയ്യുക 15 വരും. 20 + 30 50 വരും. 50 ഡിവൈഡ് ചെയ്യുമ്പോൾ 25 വരും. 70 ആണ്, 70 ഡിവൈഡ് ചെയ്യുമ്പോൾ 35 വരും. 90 ആണ്, 90 ഡിവൈഡ് ചെയ്യുമ്പോൾ 45 വരും. അപ്പോൾ നമുക്ക് എഫും കിട്ടി, എക്സും കിട്ടി. ഇനി എഫ് എക്സ് എടുക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. 8 × 15 120 വരും. 20 × 25 500 വരും. അതുപോലെ 7 × 35 245 വരും. 5 × 45 225 വരും. അതിനെ നമ്മൾ വീണ്ടും നമ്മുടെ ഇക്വേഷനിലേക്ക് എടുത്തിട്ട് കൊടുക്കുക. സിഗ്മ എഫ് എക്സ് ബൈ സിഗ്മ എഫ്. സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ എടുക്കുക. ടോട്ടൽ എടുക്കുമ്പോൾ, അതായത് എഫ് എക്സ് കോളത്തിൻ്റെ ടോട്ടൽ എടുക്കുക. ടോട്ടൽ എടുക്കുമ്പോൾ 1090 വരും. സിഗ്മ എഫ് എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസിയുടെ ടോട്ടൽ എടുക്കുക, അതായത് 40 വരും. അതുപോലെ എന്താണ് നമ്മൾ ഈ ഒരു ഫ്രീക്വൻസി എടുത്തത് ശരിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കിതെല്ലാം കൂടെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ തന്ന ആ ഒരു ഫ്രീക്വൻസി കിട്ടും. ഇപ്പോൾ 20 + 8 28, 28 + 7 35, 35 + 5 40 ആണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഫസ്റ്റ് വാല്യൂ. അപ്പോൾ എബവ് അല്ലെങ്കിൽ മോർ ദാൻ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഈ ഒരു ടോപ്പ് വാല്യൂ ഇവിടെ സം ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ നോക്കണം.
അതുപോലെ നേരത്തെ പറഞ്ഞ നമുക്ക് ബിലോ, ലോവർ ദാൻ, ലെസ് ദാൻ ഒക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് സം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രീക്വൻസി തന്നിട്ടുള്ള ലാസ്റ്റ് വാല്യൂ ആയിരിക്കും വരുന്നത്, അതായത് നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആൻസർ വരും. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ കണക്ക് എബോവ്, മോർ ദാൻ പോലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഈ ഒരു ക്ലാസ് ഇങ്ങോട്ട് കറക്റ്റ് ചെയ്തതിന് ശേഷം ഫ്രീക്വൻസീസ് മാറ്റാൻ ഓർക്കുക. ഇവിടെ ഫ്രീക്വൻസി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഈ രണ്ടെണ്ണം തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, അപ്പോൾ 8 കിട്ടും. ഞാൻ അടുത്ത രണ്ടെണ്ണം തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക, 20 കിട്ടും. അങ്ങനെ എടുക്കുക, എന്നിട്ട് ലാസ്റ്റ് വരുന്ന വാല്യൂ സെയിം ആയിട്ട് എടുക്കുക. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി, എനിക്കറിയാവുന്ന രീതിയിൽ ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ മോഡലിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യനാണ്, എൻ്റെ ഒരു എക്സാമ്പിളായിട്ട് എടുത്തതാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഫൈൻഡ് ദ ആവറേജ് പ്രോഫിറ്റ് ഓഫ് ദി ഡേറ്റ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് പെർ ഷോപ്പ് എന്നുള്ള ഒരു കോളത്തിലാണ്. ഇപ്പോൾ 0 to 100, 0 to 200, 0 to 300, 0 to 400, 0 to 500, 0 to 600 അങ്ങനെയുള്ള വാല്യൂസ് വന്നിട്ടുണ്ട്. അതുപോലെ ഫ്രീക്വൻസീസ്, ദ നമ്പർ ഓഫ് ഷോപ്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതൊരു എബോവ് വാല്യൂ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണോ അല്ലെങ്കിൽ ബിലോ വാല്യൂ കണ്ടെടുക്കേണ്ട ക്വസ്റ്റ്യൻ ആണോ എന്നുള്ളൊരു ഡൗട്ട് വരും. ഇവിടെ എനിക്കറിയാവുന്ന ഒരു രീതി ഞാൻ പറയുകയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഫ്രീക്വൻസി കോളംസ് വരുമ്പോഴത്തേക്ക് അതിൽ ഫ്രീക്വൻസീസ് ഇവിടെ ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി അവിടെ നോക്കുക. ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ഇപ്പോൾ താഴെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ബിലോ വാല്യൂ വരുന്ന കോളമായിരിക്കും. അതല്ല, ഹയസ്റ്റ് വാല്യൂ ഏറ്റവും മുകളിൽ, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഏറ്റവും മുകളിലാണ് ഹയസ്റ്റ് വാല്യൂ വരുന്നതെന്നുണ്ടെങ്കിൽ അത് എബോവ് വാല്യൂസിനെ പറയുന്നൊരു ടേബിളായിരിക്കും. ഞാനതിനെങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, ഞാൻ വേറെ എക്സാക്ട് വേ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഒരു പെട്ടെന്നുള്ളൊരു ഇതായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ഈ ഒരു വാല്യൂസ് ഫ്രീക്വൻസി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ബിലോ വാല്യൂസിനെ കാണിക്കുന്ന ഒരു ടേബിളാണ്. അപ്പം നമ്മൾ ക്ലാസ് ആദ്യം എഴുതുക. 0 to 100, അല്ല 100 to 200, 200 to 300, 300 to 400, 400 to 500, 500 to 600 അത് എഴുതുക. അതിനുശേഷം നമ്മൾ ഫ്രീക്വൻസി എഴുതാം. ഫ്രീക്വൻസി എഴുതുമ്പോഴത്തേക്ക് ഇവിടെ 12, 30, 57, 77, 94, 100 അങ്ങനെയുള്ള വാല്യൂസാണ് തന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതൊരു ബിലോ വാല്യൂ വരുന്ന ടേബിളാണ്. അപ്പം 12, 30, 12 കൊണ്ട് 30 ഉണ്ട്. അപ്പോൾ 30ന്ന് നമ്മൾ ഫസ്റ്റ് ഫ്രീക്വൻസി നമ്മൾ ഈ 12 തന്നെ എടുത്ത് എഴുതുക. സെക്കൻഡ് ഫ്രീക്വൻസി നമ്മൾ 30ൽ നിന്ന് 12നെ കുറയ്ക്കുക. 30ൽ നിന്ന് 12നെ കുറയ്ക്കുമ്പോൾ 18 കിട്ടും. 18 എഴുതുക. അടുത്ത വാല്യൂ കണ്ടുപിടിക്കാൻ 57 ഉണ്ട്, 30 ഉണ്ട്. 57ൽ നിന്ന് 30 കുറച്ച് കഴിഞ്ഞാൽ 27 കിട്ടും. ആ 27 ആണ് മൂന്നാമത്തെ ഫ്രീക്വൻസി ആയിട്ട് വരുന്നത്. നാലാമത്തെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ 77ൽ നിന്ന് 57 കുറയ്ക്കണം, 20 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. അടുത്ത വാല്യൂ കുറയ്ക്കാൻ 94ൽ നിന്ന് 77 കുറയ്ക്കണം, 17 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഇനി ലാസ്റ്റ് വാല്യൂ ആയിട്ടുള്ളത് 100ൽ നിന്ന് 94 കുറയ്ക്കുക, 6 കിട്ടും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഒരു ലെസ് ദാൻ, ബിലോ അല്ലെങ്കിൽ ഓവർ ദാൻ അങ്ങനത്തെ കോളംസ് വരുമ്പോഴത്തേക്ക് നമ്മൾ കണ്ടുപിടിച്ച ഫ്രീക്വൻസീസ് ശരിയാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കണ്ടുപിടിച്ച ഫ്രീക്വൻസീസ് എല്ലാം കൂടെ ആഡപ്പ് ചെയ്ത് നോക്കുക. ആഡ് ചെയ്യുമ്പോൾ 12 + 18 30 വരും, 30 + 27 57 വരും, അതിനോടെ 20 കൂട്ടിയാൽ 77, 94 + 6 100 എന്നുള്ള വാല്യൂ കിട്ടും. ഈ 100 എന്നുള്ള വാല്യൂ, ഈ ഇവിടെ കിട്ടിയ 100 എന്ന് പറഞ്ഞത് അവർ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള അതിൻ്റെ ഹയസ്റ്റ് വാല്യൂ ആയിട്ടുള്ള 100 തന്നെയാണ്. അപ്പോൾ ഈ വാല്യൂ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച ഫ്രീക്വൻസി ടേബിൾ കറക്റ്റ് ആണ് എന്നുള്ളതാണ് അവിടെ പ്രൂവ് ആവുന്നത്. അപ്പോൾ നമുക്ക് എഫ് കിട്ടി. ഇനി നമുക്ക് വേണമെന്നത് എക്സ് ആണ്. എന്നാലും നമുക്ക് എഫ് എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എക്സ് കണ്ടുപിടിക്കുക എന്താ ചെയ്യേണ്ടത്? ഈ പറയുന്ന വാല്യൂസ് നമ്മൾ അതായത് കറക്റ്റ് ക്ലാസ്സിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ മിഡ് വാല്യൂയിലേക്ക് കൊണ്ടുവരിക. അതായത് 0 + 100 എത്ര കിട്ടുന്നത്? 100 ആണ്. 100 / 2 50 വരും. അതുപോലെ 100 + 200 300, 300നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 150 കിട്ടും. അതുപോലെ 200 + 300 500 വരും. 500നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 250 കിട്ടും. അങ്ങനെ ഇതിനൊക്കെ കൂട്ടുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സ് വാല്യൂ കിട്ടും. ഈ എക്സ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എഫ് എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എഫ് ഇൻറ്റു എക്സ് 12 × 50 600 കിട്ടും. 18 × 150 2700 കിട്ടും. അങ്ങനെ എഫ് എക്സ് എല്ലാത്തിനെയും ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എഫ് എക്സിൻ്റെ സം എടുക്കുക. സിഗ്മ എഫ് എക്സ് ആണ് നമുക്ക് വേണ്ടത് ഇക്വേഷനിൽ. സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ സം ഓഫ് എഫ് എക്സ് എന്നുള്ളതാണ്. അപ്പോൾ സം എടുക്കുമ്പോഴത്തേക്ക് 28,000 എന്ന് കിട്ടും. അത് നമ്മൾ 28,000 ഇവിടെ എഴുതുക. അതുപോലെ സിഗ്മ എഫ് നമ്മൾ കണ്ടുപിടിച്ച ഫ്രീക്വൻസീസിൻ്റെയൊക്കെ സം അത് 100 ആണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഈ 100 എടുത്ത് ഇവിടെ എഴുതുക.
എന്നിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 280 എന്നുള്ളൊരു വാല്യൂ ആണ് കിട്ടുന്നത്. ഈ 280 ആണ് ഇവിടുത്തെ മീൻ എന്ന് പറയുന്നത്. അപ്പോഴത്തേക്ക് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇത് എബോവ് വാല്യൂ ആണോ അല്ലെങ്കിൽ ലോവർ ബിലോ അല്ലെങ്കിൽ അങ്ങനത്തെ വാല്യൂ ആണോ എന്നുള്ളത് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ വന്ന ക്വസ്റ്റ്യൻ ഇപ്പോൾ ലോവർ അല്ലെങ്കിൽ ലെസ് ദാൻ അങ്ങനെയുള്ളൊരു സംഭവമാണ്. അത് നമ്മൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രീക്വൻസി കോളത്തിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി വന്നത് ഏറ്റവും ലാസ്റ്റാണ്. അപ്പോൾ അത് ബിലോ പറയുന്ന ഒരു ടേബിളാണ്. അപ്പോൾ ഇനി എബോവ് ടേബിൾസ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി കോളത്തിൽ ഏറ്റവും ഹൈയിലായിരിക്കും അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളൊരു വാല്യൂ വന്നിട്ടുള്ളത്.